നിർഭയത്വം ഇന്ന് നമ്മുടെ സമൂഹം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പ്രസംഗിച്ച് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതില്ല. സമാധാനവും സ്വസ്ഥതയും അത്രമേൽ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും അനിവാര്യമായ ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഭൗതിക സൗകര്യങ്ങൾ വലിയ തോതിൽ നമ്മുടെ രാജ്യത്ത് ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പുതിയ ഗവൺമെൻറ് കേരളത്തിൽ വരാനിരിക്കുകയാണ്. ആ ഗവൺമെൻറ് വലിയൊരു ഭൂരിപക്ഷത്തോടുകൂടി വരാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ചും നമ്മുടെ കേരളത്തിൻ്റെ ഭൗതിക സൗകര്യങ്ങളിൽ, വികസന മേഖലകളിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ ജനങ്ങൾ അതിന് അംഗീകാരം നൽകി എന്നത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. അഥവാ ഈ രാജ്യത്തിൻ്റെ, നാടിൻ്റെ ഭൗതിക വികസന സംവിധാനങ്ങൾ അത്രമേൽ ആളുകൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. റോഡും പാലവും മറ്റു സ്ഥാപനങ്ങളും സംവിധാനങ്ങളും എല്ലാം നമുക്ക് ആവശ്യമാണ്. എന്നാൽ അതെല്ലാം വർദ്ധിക്കുമ്പോഴും അതെല്ലാം പ്രയോജനപ്പെടുത്തേണ്ടത് മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ മനസ്സിൽ സമാധാനമില്ലെങ്കിൽ, നിർഭയത്വമില്ലെങ്കിൽ, അവൻ താമസിക്കുന്ന വീട് കൊട്ടാര സമാനമായിട്ടും യാതൊരു പ്രയോജനവുമില്ല. അവൻ യാത്ര ചെയ്യുന്ന വാഹനം എത്ര കോടികളുടെ വാഹനമായിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവൻ ജോലി ചെയ്യുന്ന സ്ഥാപനം എത്രമേൽ അറിയപ്പെടുന്ന സ്ഥാപനമായിട്ടും വലിയ ഉപകാരമൊന്നുമില്ല. ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം കൊണ്ട് അവന് ജീവിക്കുവാൻ സ്വസ്ഥതയുണ്ടാകുമ്പോഴാണ് മനുഷ്യന് സമാധാനവും നിർഭയത്വവും ഉണ്ടാകുന്നത്. ഇന്ന് കേരളത്തിൽ അത് അന്യം നിന്നുകൊണ്ടിരിക്കുന്നു എന്നതിന് ഒട്ടനവധി തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. എത്രയെത്ര കൊലപാതകങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നത്. ആ കൊലപാതകങ്ങളാകട്ടെ തീർത്തും നമ്മെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ്. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രൂപവും ഭാവവുമാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം വീട്ടിലെ വല്യമ്മയെ, അതുപോലെ തന്നെ അനുജനെ, മറ്റു രക്തബന്ധത്തിൽപ്പെട്ടവരെ കൂട്ടത്തോടുകൂടി കൊല ചെയ്യുന്നു. അതും പ്രാകൃതമായ രീതിയിൽ ആമർ ഉപയോഗിച്ചുകൊണ്ട് തലക്കടിച്ചു കൊല്ലുന്നു. ഇതൊറ്റപ്പെട്ട സംഭവമല്ല, ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് തന്നെ ഓരോ സെക്കൻഡിലും 40 പേർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. അഥവാ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു വാചകം പൂർത്തീകരിക്കുമ്പോൾ അത്രയും ആളുകൾ, 40ഓളം ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പോൾ എത്രമേൽ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് മനുഷ്യന്മാർ ഡിപ്രഷനിലേക്ക്, അന്തസംഘർഷങ്ങളിലേക്ക് എടുത്തെറിയപ്പെട്ടിട്ടുണ്ട് എന്നത് നമുക്ക് ഓരോരുത്തർക്കും ഊഹിക്കാവുന്നതേയുള്ളൂ. എന്താണ് പരിഹാരം? അത് വളരെ ലളിതമാണ്. ലളിതമായ യുക്തിയാണ് ഈ വിഷയത്തിലുള്ളത്. എന്നെ ഈ പ്രദേശത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എന്നത് ഞാൻ ഒന്നുകൂടി വിശേഷിപ്പിക്കുന്നു, വ്യക്തിപരമായി എന്തെങ്കിലും മനസ്പ്രയാസം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ദുഃഖിക്കുന്ന, അത് കുടുംബപരമാകട്ടെ, വ്യക്തിപരമാകട്ടെ, സാമൂഹ്യപരമാകട്ടെ, മനസ്സിന് അസ്വസ്ഥതയുണ്ടാക്കുന്ന വിധം ആർക്കെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത്. എന്താണ് അതിനുള്ള മാർഗം? എന്താണ് നിങ്ങൾക്ക് സമാധാനം കിട്ടാനുള്ള മാർഗം? മനുഷ്യൻ നിർഭയത്വത്തിലേക്കും അച്ചടക്കത്തിലേക്കും തിരിച്ചു വരാനുള്ള മാർഗം എന്താണ്? അതിന് ശരിയായ ജീവിത വീക്ഷണം ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മളിപ്പോൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ ആ യാത്രക്ക് ഒരുങ്ങുന്ന സമയത്ത് എവിടേക്കാണ് പോകുന്നത്, എവിടെയാണ് എത്തേണ്ടത്, അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളവരാണ് ഡ്രൈവറും യാത്രക്കാരുമെങ്കിൽ വല്ലാത്തൊരു സമാധാനമായ യാത്രയിലുണ്ടാവും. അതിനുവേണ്ടി കയറി ഇരുന്നിട്ട് ഡ്രൈവർ ചോദിക്കുകയാണെങ്കിൽ എങ്ങോട്ടാണ് വിടേണ്ടത്. അപ്പം യാത്രക്കാർ പറയണത്, ഒരാൾ പറഞ്ഞു ഈ വഴിയാ തോന്നുന്നുണ്ട്, മറ്റേ ആൾ പറഞ്ഞു അതല്ല, ഇങ്ങോട്ട് ഇടത്തോട്ടാണ്, മൂന്നാമത്തെ ആൾ പറഞ്ഞു നേരെയാണ്, നാലാമത്തെ ആൾ പറഞ്ഞു ശരിക്ക് തിരിച്ചു പോകണം. ഈ ഡ്രൈവർ എന്ത് ചെയ്യും?
യാത്ര എന്താ ചെയ്യുക? അങ്ങനെ അവസാനം ബഹളം വെച്ച് ഒരാൾ പറഞ്ഞു നേരെയാണ്. അപ്പൊ നേരെ വിട്ടു. നേരെ ഇങ്ങനെ കുറച്ചാണ് ചെല്ലുമ്പോൾ വീണ്ടും പറയണതല്ല, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ല. അപ്പൊ പിന്നെ മറ്റോ പറഞ്ഞ് സ്ഥിതിക്കുന്നത് വലത്തോട്ട് വിട്ടു. വലത്തോട്ട് പോയി കുറച്ചാണ് പോയി നോക്കുമ്പോൾ അവർ രണ്ടുപേരും കൂടിയിട്ട് പറഞ്ഞു ഈ റോഡ് എന്തായാലും റോഡല്ല. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ച്. ഇങ്ങനെ വട്ടം കറങ്ങി നടക്കുന്ന ഒരു യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എത്ര സമാധാനം ഉണ്ടാവും? ഇവരൊരു ആവശ്യത്തിലാണ് പോണത്, ആ സമയത്ത് അവിടെ എത്തണം. പക്ഷേ എത്തേണ്ട വഴി പോലും നിശ്ചയിക്കാത്ത ഒരു യാത്രാ സംഘത്തെക്കുറിച്ച് നമ്മൾ എന്തു പറയും? അവർക്കുണ്ടാകുന്ന അന്തസംഘർഷങ്ങൾ എത്രയാണ്? ഇതേപോലെയാണ് മനുഷ്യൻ എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു, എന്താണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നതിനെ കുറിച്ചുള്ള അവ്യക്തതയാണ് ആളുകൾക്ക് അസമാധാനമുണ്ടാകാനുള്ള കാരണം. അതുകൊണ്ട് മനുഷ്യന് സമാധാനം ഉണ്ടാകാനുള്ള ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് ഞാൻ എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു എന്നതിനെ കുറിച്ച് കൃത്യമായ ക്ലാരിറ്റി ഉണ്ടാവുക എന്നതാണ്. ഇതൊരു യാത്രയാണ്, ഇതൊരു ജീവിത യാത്രയാണ്. ഈ യാത്ര തുടങ്ങിയതും അവസാനിക്കുന്നതും എവിടെയാണ്, എന്തിനാണ് ഞാനിവിടെ വന്നത്, ഇതിനെക്കുറിച്ചുള്ള ധാരണയില്ലായ്മയാണ് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും തൻ്റെ പിഞ്ചോമന പൈതങ്ങളായ 3 കുട്ടികൾക്ക് ഐസ്ക്രീമിൽ വിഷം കൊടുത്ത് അവരെ കൊന്നു തീർക്കുകയും അച്ഛനും അമ്മയും ഫാനിൽ കെട്ടിത്തൂങ്ങി മരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഈ അവ്യക്തത നിലനിൽക്കുന്നത് കൊണ്ടാണ് പരീക്ഷയിൽ ഒരു മാർക്ക് കുറയുമ്പോഴേക്കും കുട്ടികൾ നേരെ കുളത്തിൽ പോയി ചാടുന്നത്. ഈ അസ്വസ്ഥത നിലനിൽക്കുന്നത് കൊണ്ടാണ് മൊബൈൽ ഫോൺ വാങ്ങി വെക്കുമ്പോഴേക്കും ബാത്റൂമിൽ പോയി തോർത്തുമുണ്ടെടുത്ത് അവിടെ കെട്ടിത്തൂങ്ങി നമ്മുടെ മക്കൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിസ്സാരമായ പ്രശ്നത്തിന്റെ പേരിൽ വാക്കത്തിയെടുത്ത് സ്വന്തം പിതാവിന്റെ തലക്ക് മുകളിൽ ആഞ്ഞു കൊത്തുന്നത്. എന്താണ് ജീവിതം എന്നറിയാത്തത് കൊണ്ടാണ്. ഈ പ്രശ്നത്തെയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. അതാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഈ ഒരു ആദർശ പ്രയാണത്തിലൂടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഈ അങ്ങാടിയിൽ നിങ്ങൾ കടകളുണ്ടല്ലോ, പട്ടാമ്പി ജംഗ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിരവധി കടകളുണ്ട്. ആ കടകളിലൊക്കെ ഒരു അച്ചടക്കമുണ്ടാകാൻ സ്വീകരിച്ചിരിക്കുന്ന ചെറിയ ഒരു ലളിതമായ ഒരു മാർഗം എന്താ? അവിടെ നിരീക്ഷണ ക്യാമറ വെച്ചു എന്നുള്ളതാണ്. CCTV ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് നിങ്ങൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും ഒരു ബോർഡ്. അതെന്തിനാ? അതിൻ്റെ ഉള്ളിൽ കയറുന്ന ആളുകൾക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് എന്തെങ്കിലും കാണിച്ചാൽ അത് പിടിക്കപ്പെടും, അത് നിരീക്ഷിക്കുന്ന സംവിധാനം ഇവിടെ ഉണ്ട്, അത് മൂന്നാമത്തെ ഒരാൾ കാണും. ഈ ചിന്ത ഉണ്ടാകുമ്പോൾ മനുഷ്യൻ അച്ചടക്കമുള്ളവനാകുന്നു എന്നതാണ് എത്ര ലോകം പുരോഗമിച്ചിട്ടും അവസാനം കണ്ടെത്തിയിരിക്കുന്ന ഒരു മാർഗം. അതാണ്. ഓഫീസുകളാകട്ടെ, ഈ റോട്ടിലൂടെ ഈ ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങളെ നിയന്ത്രിക്കാൻ ക്യാമറ തന്നെയാണ്. അഥവാ വേറൊരാൾ കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധം മനുഷ്യൻ ഉണ്ടാക്കി കൊടുക്കുന്നതിലൂടെയാണ് അച്ചടക്കമുണ്ടാക്കാൻ ഇന്നും ആധുനിക മനുഷ്യൻ അതിന് മാർഗം കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഈ നിരീക്ഷണ ക്യാമറകൾക്കൊക്കെ എന്തുണ്ട്? പരിമിതികളുണ്ട്. അതിന് വൈദ്യുതി വേണം, അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങൾ വേണം, അത് കേടുവരും. അതിൻ്റെ ഒരു നിരീക്ഷണത്തിൻ്റെ ഒരു സ്ഥലമുണ്ട്, പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അതിന് കഴിയില്ല. അപ്പോൾ മനുഷ്യൻ മൊത്തത്തിൽ നന്നാകണമെങ്കിൽ ഈ പരിധികളും പരിമിതികളും ഒന്നുമില്ലാത്ത ഒരു ശക്തി അവനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധം അവനിലേക്ക് നൽകുന്നതിലൂടെ മാത്രമേ മനുഷ്യനെ നന്നാക്കാൻ കഴിയുകയുള്ളൂ. അതാണ് അവൻ്റെ സ്രഷ്ടാവ് എന്ന് പറയുന്നത്. ആ സ്രഷ്ടാവിനെയാണ് ദൈവം എന്ന് മലയാളത്തിൽ നമ്മൾ പറയുന്നത്. അതിനെയാണ് അറബിയിൽ നമ്മൾ അള്ളാഹു എന്ന് വിശേഷിപ്പിക്കുന്നത്. അഥവാ സാക്ഷാൽ ആരാധ്യൻ. ആരാധ്യന്മാരായി പലരുമുണ്ട്. അതിൽ ആരാധനയ്ക്ക് യഥാർത്ഥത്തിൽ അർഹനായിട്ടുള്ളവൻ അവനാണ് അള്ളാഹു. ആ അള്ളാഹു എന്നെ കാണുന്നുണ്ട്, എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ഒരു ബോധം ഓരോ വ്യക്തിക്കും ഉണ്ടാകുന്നതിലൂടെ അവൻ ഒരിക്കലും തന്നെ അഴിമതിക്കാരനാവുകയില്ല, അവൻ തീവ്രവാദിയാവുകയില്ല, അവൻ നിരപരാധികളായ ആളുകൾ നിൽക്കുന്നിടത്ത് ചാവേറായി പൊട്ടിത്തെറിക്കുകയില്ല, അവൻ ഒരിക്കലും തന്നെ അന്യൻ്റെത് മോഷ്ടിക്കുകയില്ല, അവൻ ഒരിക്കലും തന്നെ പെൺകുട്ടികളെ ആൺകുട്ടികളെ പീഡിപ്പിക്കുകയില്ല, അവൻ ഒരിക്കലും തന്നെ അവൻ്റെ ഭാര്യയെ കടന്നാക്രമിക്കുകയില്ല. അങ്ങനെയുള്ള ഒരു ഭാര്യ ഒരിക്കലും ഭർത്താവിനെ ചതിച്ചുകൊണ്ട് മറ്റൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോവുകയില്ല. ഈ ഒരു ബോധമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്നെ അവൻ അരാജകത്വത്തിന് കൂട്ടുനിൽക്കുകയില്ല. അവൻ ഒരിക്കലും അയൽവാസിക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കുന്നവനായി അവൻ മുന്നോട്ട് പോവുകയില്ല. ഈ ബോധമുള്ള ഒരു വ്യക്തി
എവിടെയാണോ തൊഴിലെടുക്കുന്നത് അവിടെ അവൻ അലസനും മടിയനുമായി മാറുകയില്ല. കാരണം എന്താ? എന്നെ ഉദ്യോഗസ്ഥൻ, എന്റെ മേലുദ്യോഗസ്ഥൻ കണ്ടില്ല എങ്കിലും, എന്റെ വാർഡന്മാർ എന്നെ നിരീക്ഷിച്ചിട്ടില്ല എങ്കിലും, എന്റെ അധ്യാപകന്മാർ എന്നെ കാണുന്നില്ല എങ്കിലും, ഞാൻ ഈ വിദേശ രാജ്യത്താണെങ്കിലും എന്റെ ഭാര്യ എന്നെ കാണുന്നില്ല എങ്കിലും, എന്നെ സദാസമയവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അല്ലാഹുവുണ്ട്, ഒരു നാഥനുണ്ട് എന്ന വിശ്വാസം ഓരോ വ്യക്തിക്കും ഉണ്ടാകുന്നതോടുകൂടി ആ വ്യക്തി നന്നാവുകയാണ്, അച്ചടക്കമുള്ളവനാവുകയാണ്, സമാധാനമുള്ളവനാവുകയാണ്, നിർഭയത്വമുള്ളവനാവുകയാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹു പറയാണ്, അറിയുക, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഒന്നുകൊണ്ട് മാത്രമേ നിങ്ങളുടെ ഹൃദയം ശാന്തമാവുകയുള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്ന കൃത്യമായ ഒരു കാര്യം. ഈ ബോധമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ ചിലരെങ്കിലും മനസ്സിൽ കരുതലുണ്ടാവും, ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ പറയണത് അങ്ങനെ ഒരു ശക്തിയുണ്ട്, അത് നിരീക്ഷിക്കും, അത് നിരീക്ഷിച്ചിട്ട് അതിന് നന്മയും തിന്മയും തൂക്കിക്കണക്കാക്കി പരലോകത്ത് നിങ്ങൾ പറയുന്ന ശിക്ഷയും രക്ഷയും ഉണ്ടാവും, സ്വർഗവും നരകവും ഉണ്ടാവും എന്നൊക്കെയാണല്ലോ. അതൊക്കെ മരിച്ചതിന് ശേഷമല്ലേ, ഇനി അങ്ങനെ ഒരു ലോകമുണ്ട് എന്ന് എന്താ ഉറപ്പ് എന്നൊക്കെ ഒരു പക്ഷേ വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാകാം. ഞാൻ അവരോട് പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെ വിചാരിക്കാം, നിങ്ങൾക്കതിനെ നിഷേധിക്കാം. മരണത്തിന് ശേഷം രണ്ടാമതൊരു ജീവിതമില്ല എന്ന് ചില ആളുകൾക്ക് അങ്ങനെ വിശ്വസിക്കാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഉറപ്പ് തരണം. എന്താണ് ആ ഉറപ്പ്? അങ്ങനെ വിശ്വസിക്കുന്ന, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല. അഥവാ നിരീശ്വരവാദികളായി, ഭൗതികന്മാരായി, മതനിഷേധികളായി, യുക്തിവാദികളായി ജീവിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള മനോഭാവമുള്ള ആളുകൾ, അവർ അംഗീകരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താ? നിങ്ങളുടെ കണ്ണ്, ആ കണ്ണിന് കാഴ്ചയുടെ പരിധി കുറച്ച് പ്രായമാകുമ്പോൾ അതിങ്ങനെ കാഴ്ച ഇങ്ങനെ മങ്ങി മങ്ങി വരും. ആർക്കെങ്കിലും അത് പിടിച്ചു നിർത്താൻ കഴിയോ? കേൾവി കുറഞ്ഞു വരും. ആ കേൾവിയെ കുറഞ്ഞു വരുന്നത് പിടിച്ചു നിർത്താൻ കഴിയോ? എന്തെങ്കിലും എക്സ്ട്രാ ഉപകരണങ്ങൾ വെക്കാം, കണ്ണട വെക്കാം എന്നല്ലാതെ അതിനെ ഒരു പ്രത്യേക പ്രായമാകുമ്പോൾ ആ പ്രതിഭാസത്തെ പിടിച്ചു നിർത്താൻ ഒരാൾക്കും കഴിയില്ല. കുറച്ച് കഴിയുമ്പോൾ പല്ലുകൾ കൊഴിഞ്ഞു പോകാൻ തുടങ്ങും. ആ പല്ല് കൊഴിഞ്ഞു പോകുന്നതിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല. അതിനെന്തെങ്കിലും മറ്റു പരിഹാര മാർഗങ്ങൾ അന്വേഷിക്കാനേ കഴിയുള്ളൂ. എല്ലാം അങ്ങനെയാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ തൊലി ചുളുങ്ങാൻ തുടങ്ങും, തൊലിക്ക് മാറ്റം വരും, അല്ലേ? നമ്മുടെ രൂപമാറ്റം വരും. ഇപ്പോ ആളുകളുടെ ചെറുപ്രായം മുതൽ വയസ്സാകുന്നത് വരെയുള്ള രൂപം എന്താണ് എന്ന് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ, AI ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ വയസ്സിലുള്ള മുഖം നമുക്ക് കാണിച്ചു തരും, അല്ലേ? ആ മുഖത്തിന്റെ മാറ്റത്തെ ബ്രേക്ക് ചെയ്യാൻ, നിയന്ത്രിച്ചു നിർത്താൻ, ഞാൻ എന്നും ഇതേപോലെ ഉണ്ടാവും എന്ന് പറയാൻ, മറ്റു ലേപനങ്ങളൊന്നും ഉപയോഗിക്കാതെ അങ്ങനെ ഉറച്ചു നിൽക്കാൻ എത്ര ആളുകൾക്ക് സാധിക്കും? കഴിയില്ല. അതിന് നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കുക, നിങ്ങളുടെ ശരീരം പോലും നിങ്ങളുടെ കയ്യിലല്ല. നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ കാത്, നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ തൊലി, നിങ്ങളുടെ കൈകാലുകൾ, നിങ്ങളുടെ ചിന്തകൾ, ഇതൊന്നും നിങ്ങളുടെ പരിധിക്കകത്തല്ല, അതിൻ്റെ അപ്പുറത്താണ്. ആർക്കും തർക്കണ്ട കാര്യത്തിൽ? എപ്പോഴാ അറ്റാക്ക് വരിക എന്ന് പറയാൻ കഴിയുമോ? എപ്പോഴാ സ്ട്രോക്ക് വരിക എന്ന് പറയാൻ കഴിയുമോ? പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ നേരെ പിറകിലേക്ക് മറിഞ്ഞു വീണ എത്ര ദൃശ്യങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഫുട്ബോൾ കളിച്ചു കൊണ്ടിരിക്കുന്ന കളിക്കളത്തിൽ ബോൾ അടിച്ചു വീശിയ ആ കളിക്കാരൻ തലകറങ്ങി വീണ് സ്ട്രക്ചറിൽ കൊണ്ടുപോയി നേരെ ആ കബറുകളിലേക്ക് എടുത്തുകൊണ്ടുപോയ സംഭവങ്ങൾ എത്ര ഉണ്ടായിട്ടുണ്ട്, ഇല്ലേ? രാജ്യത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കൾ പത്രക്കാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ തലകറങ്ങി വീണ എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആർക്കാണത് തടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഒരു കാര്യം ഉറപ്പിക്കുക, നമ്മൾ ആരോടും നമ്മുടെ അനുവാദം ചോദിക്കാതെയാണ് ഈ ഭൂമി ലോകത്ത് നമ്മൾ വന്നിട്ടുള്ളത്. അതേപോലെ നമ്മുടെ അനുവാദമില്ലാതെ ഇവിടെ നിന്ന് നമ്മളെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. അതിന്റെ സമയം പോലും നമുക്കറിയില്ല. അത്യാസന്നമായ അപകടത്തിൽ അകപ്പെട്ട് അത്യാസന്നവസ്ഥയിലെത്തിയ ഒരു രോഗിയെ ഡോക്ടറുടെ ടേബിളിൽ കൊണ്ടുവന്നു വെക്കുന്നു. ആ ഡോക്ടറുടെ ടേബിളിൽ അതിനെങ്ങനെ കിടത്തി അടിയന്തിരമായി ശസ്ത്രക്രിയ നടത്താൻ ഡ്രസ്സ് മാറി ആരോഗ്യവാനായ ഡോക്ടർ
അതിൻ്റെ ആ ഉപകരണങ്ങളുമായി ആ രോഗിയുടെ അടുക്കിലേക്ക് വരുന്നു. റൂമിന്റെ പുറത്ത് എല്ലാവരും ഭയവിഹ്വലരാണ്. ഞങ്ങളുടെ രോഗിയുടെ അവസ്ഥ എന്താകും? ആകെ അവര് ആശ്വസിക്കുന്നത് നല്ല കിടയറ്റ ഒരു ഡോക്ടറാണ് ഇതിന്റെ ശസ്ത്രക്രിയ നിർവഹിക്കുന്നത്. അദ്ദേഹത്തിൽ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തിക്കൊണ്ടാണ് അവർ പുറത്ത് കഴിഞ്ഞുകൂടുന്നത്. അപ്പോഴാണ് പെട്ടെന്നതാ പുറത്തുള്ളവർക്ക് കിടക്കുന്ന വിവരം എന്താ? ഡോക്ടർ ശസ്ത്രക്രിയ നടത്തുന്നതിന് ഇടയിൽ പെട്ടെന്ന് തലകറങ്ങി വീണു എന്നാണ്. ഡോക്ടർ മറ്റൊരു സ്ട്രക്ചറിൽ വേറൊരു തിയേറ്ററിലേക്ക് കൊണ്ടുപോയി എന്നാണ്. ഏതാനും നിമിഷങ്ങൾക്കകം വരുന്ന വാർത്ത ആ ഡോക്ടർ മരണപ്പെട്ടു എന്നതാണ്. രോഗിയെ മറ്റൊരു ഡോക്ടർ ചികിത്സിച്ച് പൂർത്തിയാക്കി ദിവസങ്ങൾക്ക് ശേഷം ആ രോഗിയത ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് നടന്നു വരികയും ചെയ്യുന്നു. എന്തേ സംഭവിച്ചത്? നമ്മൾ ഇപ്പോൾ മരിക്കുമെന്ന് വിചാരിച്ച രോഗി രക്ഷപ്പെടുകയും ആ രോഗിയെ രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ച ഡോക്ടർ മരണപ്പെട്ടു പോവുകയും ചെയ്ത സംഭവത്തിന് കേരളം എത്ര പ്രാവശ്യം സാക്ഷിയായിട്ടുണ്ട്? എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? മനുഷ്യന്മാർ അത്ര നിസ്സാരന്മാരാണ്. എല്ലാ ആത്മാവും എല്ലാ മനുഷ്യരും മരിക്കുമെന്നല്ല ഖുർആൻ പറഞ്ഞത്, മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്നാണ്. അവർക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകുന്നത് നാളെ പരലോകത്താണ്. ആളെ പരലോകത്ത് ജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുകയും ആ ഉന്നതമായ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തവരാരോ ഫഖദ് ഫാസ്, അവരാകുന്നു യഥാർത്ഥത്തിലുള്ള വിജയികൾ എന്നാണ്. പരീക്ഷ എഴുതിയ കുട്ടികൾ അവർ വമ്പിച്ച മാർക്കോടുകൂടി ജയിക്കുമ്പോൾ അത് വിജയമാണ്. പക്ഷെ അതൊരിക്കലും ശാശ്വതമായ വിജയമല്ല. പട്ടാമ്പി അങ്ങാടിയിൽ കച്ചവടം നടത്തി ലാഭമുണ്ടാക്കുന്നത് ബിസിനസ്സിൽ വലിയ വിജയമാണ്. പക്ഷെ അത് ശാശ്വതമായ വിജയമല്ല. വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു വരിക എന്നത് വിജയമാണ്. പക്ഷെ അത് ശാശ്വതമായ വിജയമല്ല. കാരണം എന്താ? ഇത് ഏത് സമയം വരെ നിലനിൽക്കുമെന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. ആ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് ഉപയോഗിക്കാൻ ആ കച്ചവടക്കാരൻ നാളത്തെ രാവിലത്തെ സൂര്യോദയം കാണുമെന്ന് ആർക്കാണ് ഉറപ്പ് പറയാൻ കഴിയുക? ഉന്നതമായ മാർക്ക് വാങ്ങിയ കുട്ടി തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് ജയിക്കാൻ അവൻ ജീവനോടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് പറയാൻ ആ കുട്ടിക്ക് കഴിയുമോ? സത്യപ്രതിജ്ഞ ചെയ്യാൻ കാത്തു നിൽക്കുന്ന മന്ത്രിമാർ ആ സത്യപ്രതിജ്ഞയുടെ ദിവസം അവർ ജീവനോടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് പറയാൻ കഴിയുമോ? ഇല്ല എന്നതാണ് കേരളത്തിന്റെ ഉത്തരം. എത്ര സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ട്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സത്യപ്രതിജ്ഞയുടെ മുമ്പ് മരണപ്പെട്ടു പോയ എത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടുണ്ട്? എന്താണ് ഇതിന്റെ അർത്ഥം? നമ്മൾ അത്ര നിസ്സാരന്മാരാണ്. പക്ഷെ നമുക്ക് തോന്നുകയാണ് നമ്മൾ എല്ലാ കാലത്തും ഇവിടെ ജീവിക്കും. അതുകൊണ്ട് ജീവിതത്തിന്റെ അവസാനം നമ്മളോട് ചോദിക്കാതെയാണ്. അതുകൊണ്ട് അത് തന്നെയാണ് നമ്മൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ്. അതുകൊണ്ട് ഇതിനെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ലെങ്കിൽ ഒരിക്കലും മരണശേഷമുള്ള പരലോകത്തെയും നിഷേധിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഇതൊക്കെ സത്യമായി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഖബറിൽ രണ്ടാമത് എഴുന്നേറ്റ് വരും. സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബ്അതൂൻ. നിങ്ങൾ മരിക്കുക തന്നെ ചെയ്യും. അതിനുശേഷം നിങ്ങൾ രണ്ടാമത് എഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും നാളെ പരലോകത്ത്. അവിടെ എഴുന്നേറ്റ് വരും. പിന്നെ നമുക്ക് മരണമല്ല എന്നുള്ളതാണ്. പിന്നെ മരണമല്ല. ഈ ലോകത്ത് ചെയ്തത് അനുസരിച്ചുകൊണ്ട് നന്മക്ക് നന്മയും തിന്മക്ക് തിന്മയുമാണ് നാളെ പരലോകത്ത് കിട്ടുക. ഉന്നതമായ സ്വർഗം കിട്ടും നല്ലത് പ്രവർത്തിച്ച ആളുകൾക്ക്. അല്ലാത്ത ആളുകൾക്ക് കഠോരമായ നരകവുമാണ് ഉണ്ടാവുക. ആ നരകവും സ്വർഗവും എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കണ മാതിരി അല്ല. നരകം എന്ന് പറഞ്ഞാൽ യസ്ലൗനഹാ യൗമദ്ദീൻ, അന്നേ ദിവസം അവർ അതിൽ കടന്ന് എരിയുക തന്നെ ചെയ്യുമെന്നാണ്. ഈ തൊലി ഇങ്ങനെ കത്തും. അത് കത്തിക്കഴിഞ്ഞാൽ അടുത്ത തൊലി തരും, വീണ്ടും അടുത്ത തൊലി തരും. ഈ രൂപത്തിലല്ലത്രേ മനുഷ്യന്മാരെ നരകത്തിലിടുക. മറിച്ച് വലിയ ഭീമാകാരമായ ഒരു ജന്തുവിന്റെ രൂപത്തിലാക്കി വലുപ്പത്തിലാക്കിക്കൊണ്ടാണ് നരകത്തിൽ ഓരോരുത്തരെയും കൊണ്ടുപോയി ഇടുക. 70 ഇരട്ടി ഇവിടെ ഉപയോഗിക്കുന്ന തീയിന്റെ 70 ഇരട്ടിയാണ് നാളെ നരകത്തിൽ കത്തുന്നത്. ഇവിടെ കല്ല് കത്തില്ല, പാറ കത്തില്ല, പക്ഷേ പാറ കത്തുന്ന നരകമാണത്. അവിടെ ഒരു ദിവസമല്ല, അവിടെ യുഗങ്ങളോളമാണ്. അവിടെ ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല, അവിടെ രക്ഷപ്പെടാൻ കഴിയില്ല, അവിടെ ഒറ്റക്ക് അനുഭവിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് കേരളം മുഴുവൻ ഈ സന്ദേശം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള പ്രോഗ്രാമുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത്. മനുഷ്യരെ,
നിങ്ങൾ ഏത് വിഭാഗമാകട്ടെ, നിങ്ങൾ ഏത് ജാതിയാകട്ടെ, ഏത് ദേശക്കാരാകട്ടെ, ഏത് വർണ്ണമുള്ളവരാകട്ടെ, ഏത് ലിംഗത്തിൽപ്പെട്ടവരാകട്ടെ, ഏത് വയസ്സിന്റെ പരിധിയിലുള്ളവരാകട്ടെ, എല്ലാവരും മരിക്കും. മരണശേഷം ഒരു ലോകമുണ്ട്. അവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല രണ്ടാമത് ജീവിതം, അവിടെ ഹിന്ദുക്കൾക്ക് മാത്രമല്ല, അവിടെ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, അവിടെ എല്ലാ വിഭാഗങ്ങളും മനുഷ്യരായി മരണപ്പെട്ടു പോയ എല്ലാവർക്കും രണ്ടാമത് ജീവിതമുണ്ട്. അവിടെ വെച്ചുകൊണ്ടാണ് നമ്മുടെ യഥാർത്ഥ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. ആ റിസൾട്ട് പോസിറ്റീവ് ആകുക എന്നുള്ളതാണ്. അതാണ് ഫഖദ് ഫാസ്, അവരാണ് വിജയിച്ചവർ. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ലോകം നിങ്ങളെ വഞ്ചിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. ഈ ദുനിയാവ് എന്ത് ചെയ്യും? ഇതൊക്കെ മറപ്പിക്കും നമ്മളെ കൊണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഭൗതികതയിൽ ഇങ്ങനെ ആറാടിക്കൊണ്ടിരിക്കും. മതം എന്ന് പറഞ്ഞാൽ പുച്ഛത്തോടു കൂടി കാണും. മതത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ പുരോഗമനം തിരിയാത്തവരാണെന്ന് പറയും. അവർ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്തവരാണെന്ന് പറയും. എന്നിട്ടോ മനുഷ്യനിർമ്മിതമായ തത്വശാസ്ത്രങ്ങളുടെ പിന്നാലെ അഭിരമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ലോകത്തുള്ളത്. അവിടെ നിന്ന് നമുക്ക് തിരിച്ചു നടക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ സമ്പൂർണ്ണ നിർഭയത്വവും സമാധാനവും ഉണ്ടാവുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, ശരിക്കുള്ള നിർഭയത്വം നമുക്ക് കിട്ടുക ഈ അള്ളാഹിനെ കുറിച്ചുള്ള ഒരു ഓർമ്മയിലൂടെ, ആ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അവനെ മാത്രം വണങ്ങി മുന്നോട്ട് പോകുന്നതിലൂടെ മാത്രമാണ്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. കൃത്യമാണ് ആയത്. ജനങ്ങളെ എല്ലാരെയാണ് വിളിക്കുന്നത്. ഹിന്ദുക്കളെ എന്നല്ല, മുസ്ലിങ്ങളെ എന്നല്ല, ക്രിസ്ത്യാനികളെ എന്നല്ല, എല്ലാരെയും. മനുഷ്യരെ, നാസ് ഉഅ്ബുദൂ, നിങ്ങൾ ആരാധിക്കുവീൻ. ആരെ? മുസ്ലിങ്ങളുടെ ദൈവത്തെ അല്ല, ഹിന്ദുക്കളുടെ ദൈവത്തെ അല്ല, ക്രിസ്ത്യാനികളുടെ ദൈവത്തെ അല്ല, ഏതെങ്കിലും രൂപങ്ങളെ അല്ല, മറിച്ച് ആരെയാണ്? നിങ്ങളെ ആരാ സൃഷ്ടിച്ചത്? നിങ്ങളുടെ പിതാവിനെ ആരാ സൃഷ്ടിച്ചത്? നിങ്ങളുടെ മുതുമുത്തച്ഛന്മാരെ സൃഷ്ടിച്ചതാരാ? മുൻഗാമികളെ സൃഷ്ടിച്ചതാരാ? ആ സൃഷ്ടിച്ചവനെ നിങ്ങൾ ആരാധിക്കും. എത്ര വിശാലമായ ആശയ നിങ്ങൾ നോക്കി. അതായത് നിങ്ങൾ മുസ്ലിങ്ങളെ ദൈവത്തെ ആരാധിക്കണം എന്നല്ല ഖുർആൻ പറഞ്ഞത്, മറിച്ച് നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെ. അതാരാ? ഇപ്പൊ നമ്മൾ രാവിലെ ആരുടെ മുമ്പിലാണോ കൈകൂപ്പി നിന്നത്, ആരുടെ മുമ്പിലാണോ സുജൂദ് ചെയ്തത്, അവരാണോ നമ്മളെ സൃഷ്ടിച്ചത്? ഓരോരുത്തരും ചിന്തിക്കുക. നമ്മളെ വീട്ടിലുള്ള ഒരു ചിത്രം, ആ ചിത്രത്തിന്റെ ആ ഉടമയാണോ നമ്മളെ സൃഷ്ടിച്ചത്? അല്ല, അവർക്കൊക്കെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട് അല്ലേ? മനുഷ്യ ദൈവങ്ങളായ ആളുകളുടെ മുമ്പിൽ വണങ്ങുന്ന കുറെ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലേ? അവരാണ് യഥാർത്ഥത്തിൽ ദൈവമെങ്കിൽ, രക്ഷയുടെ മാർഗമെങ്കിൽ, അവർക്ക് മുമ്പുള്ളവരുടെ അത്താണി ആരായിരുന്നു? അവരുടെ അച്ഛന്മാരുടെ, അവരുടെ രക്ഷിതാക്കളുടെ അത്താണി ആരായിരുന്നു? ഉത്തരവില്ലല്ലോ. അപ്പൊ അവരൊന്നുമല്ല. നമ്മളെ സൃഷ്ടിച്ചത് സ്രഷ്ടാവാണ്, അള്ളാഹുവാണ്. അതുകൊണ്ട് ആ അള്ളാഹിനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ആരാധിക്കേണ്ടത്. ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി മാറും. അപ്പൊ നിർഭയത്വം, സമ്പൂർണ്ണ നിർഭയത്വം ഉണ്ടാകുക ഈ തൗഹീദിലൂടെ മാത്രമാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് പറയുമ്പോൾ ഇതൊക്കെ അംഗീകരിക്കുന്നവരാണല്ലോ ഇപ്പോൾ മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷ ആൾക്കാർ. എന്നിട്ട് പിന്നെ എന്താണ് മുസ്ലിം സമുദായത്തിൽ പെട്ടവർ പോലും വല്ലാതെ അസ്വസ്ഥമായി ജീവിക്കാൻ കാരണമെന്ത് എന്ന് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ചിലരെങ്കിലും ആലോചിക്കുന്നുണ്ടാവും. അതായത് പൊതുവെ ഇന്ന് നമ്മുടെ സമുദായത്തിലെ ചില ആളുകൾ ഇന്ന് നിസ്സാരമായ ചില സംഗതികളെ പേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏത് വിശ്വാസമുള്ള? അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, പരലോകത്ത് വിശ്വാസമുണ്ട്, സ്വർഗത്തിൽ വിശ്വാസമുണ്ട്, ഞങ്ങളെ ഗ്രന്ഥം ഖുർആനാണ്, ഞങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് നബിയാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളിൽ തന്നെ വല്ലാത്തൊരു ഭീതി ഇന്ന് പടർന്നു കഴിഞ്ഞിട്ടുണ്ട്. കറുത്ത പൂച്ച റോഡ് വിലങ്ങോടിയാൽ ചില ആളുകൾ പേടിച്ചുകൊണ്ടിരിക്കുന്നു. പോകുന്ന നേരത്ത് ആരെങ്കിലും ഒന്ന് തുമ്മിയാൽ അതെന്തോ ഒരു ശകുനപ്പിനെ പിഴയാണ് എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നു. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന നേരം ആരെങ്കിലും പിന്നിൽ നിന്ന് വിളിച്ചാൽ ഇന്നത്തെ യാത്ര ശരിയാവില്ല എന്ന് വിചാരിക്കുന്നു. അതുപോലെ കത്തി നിലത്തൊന്ന് തറച്ചു വീണാൽ അതെന്തോ അശുഭ ലക്ഷണമാണെന്ന് കരുതുന്നവരുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകമായ ഒരു പക്ഷി അസമയത്ത് കരഞ്ഞാൽ അതെന്തോ ഒരു പ്രശ്നം കൊണ്ടുവരുന്നുണ്ട് എന്ന ഭീതിയുള്ള ആളുകളുണ്ട്. വീടിന്റെ വടക്ക് വശത്ത് കാക്കയൊന്ന് കരഞ്ഞാൽ അതെനിക്കോ എന്തോ ഒരു ദോഷം വരുത്തുമെന്ന് വിചാരിക്കുന്നവരുണ്ട്. രാത്രിയിൽ മൂങ്ങ
മൂളിപ്പറന്നാൽ അത് അശുഭ ലക്ഷണമാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. വീട്ടുമുറ്റത്ത് ചെമ്പോത്ത് വന്നിരുന്നാൽ ഭയപ്പെടുന്ന ആളുകളുണ്ട്. തുടർച്ചയായി കണ്ണിങ്ങനെ തുടിച്ചുകൊണ്ടിരുന്നാൽ അതെന്തോ ഒരു വരാനിരിക്കുന്ന അപകടത്തിന്റെ ലക്ഷണമാണെന്ന് കരുതുന്നവരുണ്ട്. അരയിൽ കെട്ടിയ ഏലസ് പൊട്ടിപ്പോയാൽ വല്ലാതെ അസ്വസ്ഥമാകുന്ന ആളുകളുണ്ട്. അസ്വസ്ഥത പോകാൻ വേണ്ടി അത്തരം ചരടുകളിൽ അഭയം തേടുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ കൈവെള്ളയിൽ ചൊറിച്ചിൽ അനുഭവപ്പെട്ടാൽ പ്രത്യേകമായ വിശദീകരണങ്ങൾ നൽകുന്ന ആളുകളുണ്ട്. രോഗം മാറാൻ വേണ്ടി പ്രത്യേകമായ ചരടുകൾ ജപിച്ചു കെട്ടുന്ന ആളുകളുണ്ട്. എന്തെങ്കിലും ആപത്തുകൾ വരുമ്പോൾ മന്ത്രവാദികളെ തെരഞ്ഞു പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. കച്ചവടം കുറഞ്ഞു വരുമ്പോൾ പ്രത്യേകമായ തകിടുകൾ ഉണ്ടാക്കി അവിടെ തൂക്കിയാൽ എന്റെ കച്ചവടത്തിൽ വർധനവ് വരും എന്ന് വിചാരിച്ചു പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ കോഴിമുട്ടയെ പേടിക്കുന്ന, കറുത്ത പൂച്ചയെ പേടിക്കുന്ന, അതുപോലെ തന്നെ നല്ലൊരു വാഹനം ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വാഹനം നിരത്തിലിറക്കുമ്പോൾ അതിന്റെ മുന്നിൽ എന്തെങ്കിലും ഒരു കറുത്ത ചരട് കെട്ടിയാൽ മാത്രമേ എനിക്ക് ഒരു ഭയരഹിതമായി പോകാൻ യാത്ര ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇതൊരു വൈരുദ്ധ്യമല്ലേ സുഹൃത്തുക്കളെ? ഈ വിശ്വാസമൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഇങ്ങനെയുള്ള ഒരു പേടി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ കാരണമെന്ത്? ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കി, ഇത് ഞാൻ ഈ എണ്ണി പറഞ്ഞ കാര്യങ്ങളില്ലേ, ഇത്തരം ഘട്ടത്തിൽ ഒരു അസ്വസ്ഥത ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നമ്മുടെ വിശ്വാസം ശരിയായിട്ടില്ല. അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയായിട്ടില്ല. അള്ളാഹുവിനെ കണക്കാക്കേണ്ട മുറപ്രകാരം അവർ കണക്കാക്കിയിട്ടില്ല. പഠിക്കേണ്ടത് പ്രകാരം പഠിച്ചിട്ടില്ല. അറിയേണ്ടത് പ്രകാരം അവർ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഭീതി ഉണ്ടാകാനുള്ള കാരണം. എന്താ വിഷയം? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി നമ്മളെ രക്ഷിക്കുവാനും സൃഷ്ടിക്കുവാനും അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്നതാണ് ഇസ്ലാമികമായ വിശ്വാസം. അതാണ് യഥാർത്ഥത്തിൽ തൗഹീദിൽ ഉൾക്കൊണ്ടിട്ടുള്ള വിശ്വാസം. ഇതിൽ നിന്ന് തെറ്റിപ്പോയി എന്നതാണ് ഇന്ന് മുസ്ലിം സമുദായത്തിൽ പോലും ഈ പ്രശ്നം വരാനുള്ള ഒരു കാരണം. അപ്പൊ ഈ കാര്യകാരണ ബന്ധം എന്നൊക്കെ പറയുമ്പോൾ ചിലരെങ്കിലും എന്താ ഈ പറയുന്ന വാക്ക് എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടി ഞാൻ എക്സാമ്പിൾ വരെ ഉദാഹരണം പറയും. ഒരു ഉമ്മ മുറ്റത്ത് അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അതാ ഒരു 2-2.5 വയസ്സുള്ള ഒരു കുട്ടി മെല്ലെ ഇഴഞ്ഞു ചെന്ന് ആൾമറയില്ലാത്ത കിണറ്റിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഒരു കാലതിലേക്ക് തൂക്കി ഇങ്ങനെ ഇട്ടിരിക്കുക. പെട്ടെന്നാണ് ഉമ്മ അത് കണ്ടത്. അപ്പൊ ഉമ്മ വേഗം വിളിച്ചു പറഞ്ഞു, എന്റെ ബഷീറെ, കുട്ടി അതാ കിണറ്റില് ഓടിക്കോന്നു, അവനെ രക്ഷിക്കേന്ന് പറഞ്ഞു. അപ്പോ റൂമിൽ ബഷീർ ഉണ്ട്. അപ്പൊ ഉമ്മന്റെ വിളിന്റെ ഉദ്ദേശം എന്താ? ഈ വിളി ബഷീർ കേൾക്കും. കേട്ടാ ബഷീർ അവിടുന്ന് ഓടി വരും, വന്ന് കുട്ടിയെ എടുത്തു കൊണ്ടുപോയി രക്ഷിക്കും. ഈ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഉമ്മ ആ ഒരു സഹായാർത്ഥന നടത്തിയത്. അത് കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലുള്ള വിഷയമാണ്. എന്താ കാര്യകാരണ ബന്ധം മനസ്സിലായോ? എന്താ കാര്യം? അവിടെ ബഷീർ ഉണ്ട് എന്നുള്ളതാണ്. അവിടെ കുട്ടി വികാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ്. എന്താ അതിന്റെ കാരണം? അത് വിളിച്ചു പറഞ്ഞാൽ അവൻ കേൾക്കും, ഓ വന്നുകൊണ്ട് എടുത്തുകൊണ്ടുപോകും. അപ്പൊ കാര്യകാരണ ബന്ധം ക്ലിയർ ആണ്. എന്നാൽ ഈ ബഷീർ പറഞ്ഞ ആള് മരിച്ചുപോയി, മരണപ്പെട്ടു പോയിട്ടുണ്ട്. ബഷീറിന്റെ കുട്ടിയാണത്. ഈ കുട്ടി വീഴാൻ പോണ സമയത്ത് ഉമ്മ വിളിച്ചു പറയാണ്, എന്റെ ബഷീറേ, എന്റെ കുട്ടിനെ കാക്കേന്ന്. അത് കാര്യകാരണ ബന്ധത്തിന്റെ പുറത്തുള്ള വിഷയമാണ്. എന്തേ മനസ്സിലായി? അവിടെ എന്താണ്? കുട്ടി അവിടെ ഉണ്ട്, പുകാൻ പോകുന്നുണ്ട്. പക്ഷെ ബഷീർ റൂമിലില്ല, ബഷീർ മരിച്ചുപോയ ആളാണ്. അപ്പൊ പിന്നെ അവിടെ കാര്യകാരണ ബന്ധം എന്താ? എങ്ങനെ ബഷീർ ഇത് കേൾക്കുക? ബഷീർ അത് കേൾക്കാൻ കഴിയില്ലല്ലോ. പിന്നെ എങ്ങനെ ബഷീർ വരിക? പിന്നെ എങ്ങനെ രക്ഷിക്കുക? അതറിയില്ല. അത് കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ള വിഷയമാണ്. അങ്ങനെ കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറത്ത് നമ്മളെ സഹായിക്കാനും രക്ഷിക്കാനും സൃഷ്ടികളിൽ ഒരാൾക്കും കഴിയില്ല. മരണപ്പെട്ടു പോയവർക്ക് കഴിയില്ല, ജീവിച്ചിരിക്കുന്നവർക്ക് കഴിയില്ല, ആൾ ദൈവങ്ങൾക്ക് കഴിയില്ല, അൾത്താരകൾക്ക് കഴിയില്ല, പൂജാമുറികൾക്ക് കഴിയില്ല, അതുപോലെ തന്നെ ഖബറുകൾക്ക് കഴിയില്ല, ദർഗകൾക്ക് കഴിയില്ല, സിദ്ധന്മാർക്ക് കഴിയില്ല, ബീവിമാർക്ക് കഴിയില്ല, ബാവമാർക്ക് കഴിയില്ല, ഔലിയാക്കന്മാരെന്ന് പറയുന്ന വ്യാജം ചമഞ്ഞു വരുന്ന ആളുകൾക്ക് കഴിയില്ല. അങ്ങനെ ഒരാൾക്കും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വഴിയിലൂടെ നമ്മളെ രക്ഷിക്കുവാനോ സൃഷ്ടിക്കുവാനോ കഴിയില്ല. അത് ചരടിന് കഴിയില്ല, മന്ത്രവാദികൾക്ക് കഴിയില്ല,
ജപിച്ച് തഴുകിടിന് കഴിയില്ല, ഒരു ജീവജാലത്തിനും കഴിയില്ല, ഒരു ജിന്നിനും കഴിയില്ല, ഒരു മലക്കിനും കഴിയില്ല. അത് പ്രപഞ്ചത്തിന്റെ ദ്രഷ്ടാവായ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യമാണ്. ഈ വിശ്വാസമാണ് നിർഭയത്വത്തിന്റെ ആധാരശില എന്ന് പറയുന്നത്. ഈ ആധാരശിലയിൽ വിള്ളൽ വന്നു എന്നതാണ് ഇന്നത്തെ മുസ്ലിം സമുദായത്തിന് ഈ സിദ്ധന്മാരുടെയും ആശ്രമങ്ങളിലേക്കും അതുപോലെ തന്നെ ഈ കെട്ടുകാഴ്ചകളിലേക്കും ഈ ആത്മീയ ചൂഷണങ്ങളിലേക്കും എല്ലാം പോകാനുണ്ടായ കാരണം ഇതാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ആളുകളാണ് കോഴിമുട്ടയിൽ വരഞ്ഞാൽ ഭയപ്പെടുന്നത്. അങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ ചരട് കെട്ടിയില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ആളുകളാണ് എനിക്കാരോ മറഞ്ഞ വഴിയിലൂടെ പ്രശ്നമുണ്ടാക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്നത്. അങ്ങനെയുള്ള അസ്വസ്ഥതകൾക്കെല്ലാം വിരാമം കുറിക്കുവാൻ ഈ ശുദ്ധമായ ഏകദൈവ വിശ്വാസത്തിലേക്ക്, തൗഹീദിലേക്ക് തിരിച്ചു വരികയാണ് കരണീയമായിട്ടുള്ളത്. ഇന്ന് മുസ്ലിം സമുദായത്തിലുള്ള ഈ അസ്വസ്ഥതകൾ മാറണമെങ്കിൽ ശരിയായ തൗഹീദിലേക്ക് തിരിച്ചു വരിക മാത്രമേ പരിഹാരമുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. എന്ത് ഈ ഒരൊറ്റ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടായാൽ മതി. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് നമ്മളെ ഉപദ്രവിക്കാനും നമ്മളെ സംരക്ഷിക്കാനും രണ്ടിനും അല്ലാഹുക്കല്ലാതെ വേറെ ആർക്കും കഴിയില്ല. ഈ വിശ്വാസം രൂഢമൂലമായാൽ ഈ പറഞ്ഞ ഒരു സാധനത്തെയും ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ കാര്യകാരണ ബന്ധത്തിനുള്ളിലോ അത് ഭയമാകാം. ആ ഭയം ഒരിക്കലും ശിർക്കല്ല, അത് തൗഹീദിനെതിരല്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച്, ഞാനിങ്ങനെ സംസാരിക്കണതിൻ്റെ ഇടയിൽ പിന്നെ ഒരു പാമ്പ് ഈ കസേരകൾക്കിടയിലൂടെ ഇങ്ങനെ വന്നു എന്ന് കരുതുക, വരാക്കട്ടെ. അത് വന്നാൽ ഒരാളത് കണ്ടാവും പെട്ടെന്ന് എഴുന്നേൽക്കൂലേ, കസേര എടുത്ത് ഓടൂലേ, അത് ബാക്കിയുള്ളവർ ഓടൂലേ, എല്ലാവരും അവിടെ കൂട്ടപ്പാച്ചിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ അങ്ങനെ പ്രസംഗിക്കുന്നുണ്ടാവും. എനിക്കൊരു പേടിയില്ല, ഒന്നും ചെയ്യൂല എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നിൽക്കുമോ? ഇരിക്കുവിടെ ഇല്ല, പേടിച്ചോടും നമ്മൾ. അതൊരു ഭയമാണ്. പക്ഷെ ആ ഭയം കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലുള്ള ഭയമാണ്. എന്താണ് ആ ഭയം? പാമ്പ് വരും, ഇവിടുന്ന് എഴുന്നേറ്റ് പോയില്ലേ കൊത്തും, കൊത്തിയ വിഷം കയറും, വിഷം കയറിയാൽ മരിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ജീവനും കൊണ്ട് ഓടിയേ പറ്റുള്ളൂ. എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞ ഓടാ, ഒരു കുഴപ്പമില്ല. കാരണം ആരെങ്കിലും വന്ന് അതിനെ തച്ചു കൊല്ലേ, നമ്മൾ എടുത്തുകൊണ്ട് പോയി ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് ആ വിളിയും ആ വർത്താനം ഒന്നും ശിർക്കല്ല. എന്നാൽ അതേ പാമ്പിന്റെ ഒരു രൂപം നമ്മളൊരാൾ വീട്ടിലൊരു പ്രത്യേക സ്ഥലത്ത് ഉണ്ടാക്കി കൊണ്ടുപോയി വെച്ചിട്ട് എന്നും രാവിലെ അതിൻ്റെ മുമ്പിൽ പോയി ഒരു നിവേദ്യം സമർപ്പിച്ച് കൈകൂപ്പി നിന്ന് അതിനോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ കാക്കണേന്ന് പറഞ്ഞ് നാഗദേവത എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ നമ്മൾ കൈകൂപ്പിക്കൊണ്ട് ഇന്നത്തെ ദിവസം എനിക്ക് ഐശ്വര്യം നൽകണേ എന്നൊക്കെ പറഞ്ഞൊരു പ്രത്യേക ഭയവും വ്യക്തിയൊക്കെ കാണിച്ചിറങ്ങിപ്പോയാലോ പ്രശ്നമായി. കാരണം എന്താ? അത് കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ള പേടിയാണ്. കാരണം ഈ പാമ്പ് നമ്മൾ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യൂല. അത് യുക്തി കൊണ്ട് ചിന്തിച്ചാൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പിന്നെ എന്തെന്തോ മറഞ്ഞ വഴിക്ക് അഭൗതികമായ മാർഗത്തിലൂടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഈ സർപ്പം എനിക്കെന്തോ പ്രശ്നം ഉണ്ടാക്കും, ഇതിനെ ഞാൻ പ്രസാദിച്ചിട്ടില്ലെങ്കിൽ എനിക്കെന്തോ കുഴപ്പം വരും, ഈ വിചാരം ഉണ്ടല്ലോ, അതാണ് കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറത്തുള്ള പേടി എന്ന് പറയുന്നത്. ആ പേടിയാണ് ശിർക്ക്. അതാണ് നമ്മളെ എല്ലാ പ്രശ്നത്തിലേക്കും കൊണ്ടുപോകുന്നത്. ആ ഭയം നമ്മൾ ഉള്ളിൽ നിറച്ചുകൊണ്ടാണ് ആത്മീയ ചൂഷണത്തിന് വലവിരിച്ച് കാത്തിരിക്കുന്ന എല്ലാവരും ഇവിടെ അർമാദിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആളുകളുടെ പണം അവർ ദൂർത്തടിച്ചു കൊണ്ടിരിക്കുന്നത്, ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ വിശ്വാസത്തിന്റെ ഈ മതില് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നിർഭയത്വത്തോടു കൂടി മുന്നോട്ട് പോകാം. ഈ കാര്യകാരണ ബന്ധങ്ങൾക്ക് പുറത്തുള്ള ഒരു ഭയം പടച്ചോന്റെ അടുത്ത് നല്ലാതില്ല, അത് ഒരു ശക്തിക്കുമില്ല. ഇവിടെ ആളുകൾ കാണിക്കുന്ന എന്തെല്ലാം മായാജാലങ്ങളുണ്ടോ, സിഹിറുകളുണ്ടോ, അതൊക്കെ കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലുള്ള വിഷയമാണ്, ഒരിക്കലും അതിന്റെ പുറത്തുള്ള വിഷയമല്ല. അതുകൊണ്ട് നമ്മൾ ഈ കാര്യം ക്ലിയറായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിർഭയത്വത്തോടുകൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ലോകത്ത് മുന്നോട്ട് പോകാൻ കഴിയും, നാളെ പരലോകത്ത് സ്വർഗം നേടാനും കഴിയും. അതാണ് എനിക്കത് രണ്ടാമതായി നിങ്ങളോട് പറയാനുള്ളത്. മൂന്നാമത്തെ ഒരു കാര്യം, ഞാൻ ഈ വിഷയം ഇവിടെ പ്രസംഗിക്കുമ്പോൾ ചിലരെങ്കിലും ഇങ്ങനെ മനസ്സിൽ കരുതുന്നത് ഈ മുജാഹിദീങ്ങൾക്കുള്ളൊരു കുഴപ്പമുണ്ട്, അവരെവിടെ പ്രസംഗിച്ചാലും പൂച്ചനെ മേലെ കിട്ടാൻ മാതിരിയാണ്. പൂച്ച എങ്ങനെ മേലെ കിട്ടാനും അവസാനം വരിക 4 കാലും വേണം. അതേപോലെ ഇവരെവിടെ പരിപാടി വെച്ചാലും മുയദ്ദീൻ ശേഖയെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത്, ശിർക്ക് ചെയ്യരുത്, ബിദഅത്ത് ചെയ്യരുത്, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ തൗഹീദ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന ഒരു വിഷയമല്ലേ? എന്തിനാണ് നിങ്ങൾ വെറുതെ മുസ്ലിം ഉമ്മത്തിന്റെ ഇടക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തിനാണ് എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. ഇവിടെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് മുജാഹിദുകൾ മാത്രം നിർവഹിക്കുന്ന ഒരു ദൗത്യമല്ല.
ഇത് പ്രവാചകന്മാരഖിലവും നിർവഹിച്ച ഒരു ഉത്തരവാദിത്വം ഇനി പ്രവാചകന്മാർ വരാനില്ലാത്തത് കൊണ്ട് നമ്മൾ ആ കാര്യം നിർവഹിക്കുന്നു എന്ന് മാത്രം. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ പ്രവാചകന്മാരുടെ പ്രബോധനത്തെ സംബന്ധിച്ച് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഓരോ പ്രവാചകന്മാരെ പേരെടുത്തു പറയുന്നുണ്ട്. അവരൊക്കെ പ്രഥമവും പ്രധാനവുമായി എന്തിലേക്ക് ക്ഷണിച്ചു? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പറ്റി ഖുർആൻ പറഞ്ഞു, ഖാല യാ ഖൗം ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവീൻ, അവനല്ലാതെ നിങ്ങൾക്ക് യാതൊരു ദൈവവുമില്ല. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് എന്താ? യാ ഖൗമി ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു അഫലാ തത്തഖൂൻ. സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് എന്താ? യാ ഖൗമി ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു അൻശഅകും മിനൽ അർള്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് എന്താ? വഇബ്രാഹീമ ഇദ് ഖാല ലിഖൗമി ഉഅ്ബുദുല്ലാഹ വത്തഖൂഹ്. ഇബ്രാഹിം തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക, അവനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് എന്താ? യാ ഖൗമി ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കും, അവനല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് എന്താ? വഖാലൽ മസീഹു യാ ബനീ ഇസ്രായീല ഉഅ്ബുദുല്ലാഹ റബ്ബീ വറബ്ബുക്കും. എല്ലാ പ്രവാചകന്മാരും. ഇനി ആർക്കെങ്കിലും സംശയമുണ്ട്? ഇനി പേര് പറയാത്ത പ്രവാചകന്മാരെ പറ്റി അവരൊക്കെ എന്താ പറഞ്ഞത്? ഈ കാര്യമാണ് പറഞ്ഞത്. അത് മൊത്തത്തിൽ ഖുർആൻ പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ഞാനല്ലാതെ യാതൊരു ദൈവവുമില്ല, അതിനാൽ എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കൂ എന്ന് വഹയി നൽകിക്കൊണ്ടല്ലാതെ നിനക്ക് മുമ്പ് ഒരു ദൂതനെയും ഞാൻ അയച്ചിട്ടില്ല. ഞാനൊക്കെ സംശയം. അപ്പോ ലോകത്ത് അല്ലാഹ് അയച്ച എല്ലാ പ്രവാചകന്മാരും പ്രഥമവും പ്രധാനവുമായി പറഞ്ഞ കാര്യം തൗഹീദാണ്. നിങ്ങൾ അല്ലാഹനെ മാത്രം ആരാധിക്കണം. ഇത് പറയാതെ ഒരു പ്രവാചകനോട് വന്നിട്ടില്ല. അതുകൊണ്ട് ഇസ്ലാമികമായ പ്രബോധന പ്രവർത്തനം നിർവഹിക്കുന്ന വ്യക്തിയാകട്ടെ, സംഘമാകട്ടെ, സംഘടനയാകട്ടെ, അവർ പ്രഥമമായി നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം എന്താണ്? ഈ തൗഹീദ് ജനങ്ങളിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നറിയോ? നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് വെൽക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, ഒരുപാട് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്, വിവാഹത്തിന് നമ്മൾ സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, റിലീഫ് പ്രവർത്തനം നടത്തുന്നുണ്ട്, ചാരിറ്റി പ്രവർത്തനം നടത്തുന്നുണ്ട്, കിഡ്നി ഫെയിലിയർ ആകുന്ന ആളുകളെ സഹായിക്കുന്നുണ്ട്, ക്യാൻസർ രോഗികൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ചെയ്താലും അതിനൊക്കെ പ്രതിഫലം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈ പ്രാർത്ഥനയിൽ ശിർക്ക് വരാൻ പാടില്ല. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ അംഗീകരിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. അവനാണ് നമ്മൾ കീഴൊതുങ്ങി ജീവിക്കേണ്ടത്. അതിൽ നമ്മൾ നന്ദി കേട് കാണിച്ചിട്ട് പിന്നെ സൃഷ്ടികളോട് നന്ദി കാണിച്ചതുകൊണ്ട് യാതൊരു കാര്യമില്ല. ഇപ്പോൾ ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം നിങ്ങളുടെ മകൻ വിദേശത്ത് പോയി നന്നായി അധ്വാനിച്ച് പണം ഉണ്ടാക്കി തിരിച്ചു വന്നു. എന്നിട്ട് മകൻ പറയാണ് വാപ്പാനോട്, വാപ്പ നിങ്ങൾക്ക് എന്താ ആഗ്രഹം? നിങ്ങളെ ദുനിയാവിൽ എന്താഗ്രഹം ഉണ്ടെങ്കിലും ഞാനതൊക്കെ നടപ്പാക്കി തരാം. ഏറ്റവും ഇവിടെ നാട്ടിലൊന്നും ഇല്ലാത്ത നല്ലൊരു വീട് ഞാൻ കയറ്റിത്തരാം. ഇവിടെ ആരും ഉപയോഗിക്കാത്ത വാഹനം ഞങ്ങൾക്ക് വാങ്ങിത്തരാം. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം ഞങ്ങൾക്ക് വാങ്ങിത്തരാം. ഇതൊക്കെ ഉള്ള കാശിൻ്റെ അടുത്തുണ്ട്. പക്ഷെ ഒരു കാര്യം, എനിക്കൊരു അഭ്യർത്ഥന ഉണ്ട്. എന്താ അഭ്യർത്ഥന അറിയോ? ഞാൻ നാളെ മുതൽ നിങ്ങളെ ഞാൻ വാപ്പാന്ന് വിളിക്കൂല. വാപ്പാന്ന് ഞാൻ അംഗീകരിച്ചു തരൂല. അതിന് പകരം ഞാൻ നമ്മളെ അയൽവാസിയായിട്ടുള്ള മറ്റേ അയമുട്ടിയേജ് ഉണ്ടല്ലോ, ഞാൻ മൂപ്പരെ എന്ത് ചെയ്യുള്ളൂ? എൻ്റെ വാപ്പയായിട്ട് അംഗീകരിക്കുള്ളൂ. നിങ്ങളെ ഞാൻ വാപ്പയായിട്ട് അംഗീകരിക്കും. വേറൊക്കെ ചെയ്തു തരാം. നിങ്ങൾ വാപ്പയാണെങ്കിൽ എന്താ മറുപടി അറിയാം? നിങ്ങൾ അവൻ്റെ വാപ്പയാണെങ്കിൽ നിങ്ങൾ എന്താ മറുപടി അറിയാം? ആത്മാഭിമാനമുള്ള വാപ്പയാണെങ്കിൽ എന്ത് പറയും? നിന്റെ നയാ പൈസ എനിക്ക് വേണ്ട, അല്ലേ? മരത്തിന്റെ ചോട്ടിൽ ഞാൻ കിടന്നുറങ്ങിയാലും, പച്ചവെള്ളം കുടിച്ച് ഞാൻ ജീവിച്ചാലും, ഭക്ഷണം കിട്ടാതെ ഞാൻ മരിച്ചാലും, ഇന്ന വാപ്പയായിട്ട് എനക്ക് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ എൻ്റെ ഒന്നും എനിക്ക് വേണ്ട. അതല്ലേ ശരിക്കും ഒരു വാപ്പാന്റെ മനസ്സിന്റെ വികാരം, അല്ലേ? നിങ്ങൾ പറയും, ഇവിടെ നമ്മൾ വന്നപ്പോൾ ഓക്സിജൻ ഇവിടെ റെഡി, നമുക്കുള്ള വായുവും വെള്ളവും വെളിച്ചവും എല്ലാ നിലക്കും ഇവിടെ ഇതൊക്കെ ഒരുക്കി തന്ന പടച്ചോൻ. ആ പടച്ചോൻ പറയണെന്ത്? നിങ്ങൾ ഇന്ന മാത്രം ആരാധിക്കണം കേട്ടോ, ഇന്ന മാത്രമേ നിങ്ങൾ സ്രഷ്ടാവായിട്ട് അംഗീകരിക്കാൻ പാടുള്ളൂ. എന്നിൽ നിങ്ങൾ ആരെങ്കിലും ശിർക്ക് ചെയ്യാൻ പാടില്ല, ശിർക്ക് വെക്കാൻ പാടില്ല. എനിക്ക് അർഹതപ്പെട്ട ആരാധനകൾ ആർക്കും കൊടുക്കാൻ പാടില്ല.
ഇതാണ് ആകെ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്ന് വർഗത്തെയും നാം സൃഷ്ടിച്ചിരിക്കുന്നത് എനിക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയല്ലാതെ മറ്റൊന്നിനുമല്ല. അപ്പൊ അടിസ്ഥാനം അവിടെയാണ്. ഈ അടിസ്ഥാന വിഷയത്തിൽ അതൊക്കെ തർക്കമുള്ള വിഷയമല്ലേ. അതിപ്പോൾ ആരോട് പ്രാർത്ഥിച്ചാൽ എന്താ, അത് ആരെ വണങ്ങിയാൽ എന്താ, അത് ഓരോ വിശ്വാസമല്ല, അത് അങ്ങനെ ചെയ്തോട്ടെ എങ്ങനെ ചെയ്തോ, അതാണ് നിസ്സാരാക്കുക. എന്നിട്ടോ വേറെ എന്ത് നിങ്ങൾ പറഞ്ഞോളൂ ഇതൊക്കെ ചെയ്തു തരാം, വേറെ എല്ലാം ചെയ്തു തരാം, പക്ഷെ ഇത് മാത്രം അംഗീകരിക്കൂല. അപ്പൊ പിന്നെ പടച്ചോന്റെ അവസ്ഥ എന്താ? പിന്നെ നമ്മൾ നിസ്കരിച്ചിട്ട് നിസ്കാരം സ്വീകരിക്കൂല, നോമ്പ് സ്വീകരിക്കൂല, ഹജ്ജ് സ്വീകരിക്കൂല, ഒന്നും അള്ളാഹ് സ്വീകരിക്കൂല. കാരണം എന്താ പറയുക, അള്ളാഹിനെ അംഗീകരിക്കണം. ആദ്യം അള്ളാഹ്ക്ക് കൊടുക്കണം, അള്ളാഹ്ക്ക് മാത്രം കൊടുക്കണം. അള്ളാന്റെ റസൂലിനോട് അള്ളാഹ് പറയാ, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ, അതിലും വലിയ ആള് വേറല്ലോ, താങ്കളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകും, നിഷ്ഫലമായി പോകും. ഒരു ബിരിയാണി ചെമ്പ് സൽക്കാരത്തിന് വേണ്ടി ഉണ്ടാക്കി അവിടെ എടുത്തു വെച്ചു, എല്ലാവരും വന്നിരുന്നു, അത് വിളമ്പി കൊടുത്തു. വിളമ്പി കൊടുക്കണ സമയത്ത് എന്ത് ചെയ്തു, ആ ചെമ്പിലേക്ക് ഒരു വിളക്കണ് വീണു, മണ്ണെണ്ണ വിളക്കണ് വീണു, ഫുള്ള് മണ്ണെണ്ണയിലായി. പക്ഷെ ബേജാറായി കണ്ട് അതൊന്ന് വിളമ്പി കൊടുത്തു. എല്ലാ അതിഥികളും വന്നിരുന്ന് അതിൽ കൈവച്ച് വായിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്ക് കഴിക്കാൻ കഴിയാതെ എല്ലാവരും അവിടെ തന്നെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഒരു പഴം തൊലി പൊളിച്ച് കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, ഐസ്ക്രീം ഉണ്ണും, എല്ലാവരും എഴുന്നേറ്റ് ഇങ്ങനെ പോവുക. അപ്പൊ കുടുംബനാഥൻ വന്നിട്ട് പറഞ്ഞു, എന്താ ഇത് പരിപാടി, ഇന്ന ആളെ കളിയൊക്കെ നിങ്ങൾ 19,000 രൂപ ചെലവാക്കിയിട്ടാണ് ഞാൻ ആ ബിരിയാണി ഉണ്ടാക്കിയത്, ഒരൊറ്റ കുട്ടി കഴിക്കാതെ എഴുന്നേറ്റ് പോകുക, എന്താ ഇത് സംഭവം? അയാളെങ്ങനെ ചൂടാകുകയാണ്. പക്ഷെ പറയാൻ പറ്റുമോ ഇതിൽ മണ്ണെണ്ണ ഉണ്ട്? എന്തേ സംഭവിച്ചത്? സംഗതി അയാൾ പറയണമൊക്കെ ശരിയാണ്, 50,000 റുപ്യ ചെലവാക്കിയാണ്. പക്ഷെ 50,000 റുപ്യ ചെലവാക്കിയ ബിരിയാണി ചെമ്പക്ക് ഈ 2 രൂപന്റെ മണ്ണെണ്ണ ഒറ്റിയതോടുകൂടി അത് കഴിഞ്ഞു. ഇതേപോലെയാണ് എന്ത്, നമ്മളെല്ലാ ഹജ്ജും നിസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെ ചെയ്താലും അതൊക്കെ ഈ ശിർക്ക് ഇങ്ങോട്ട് ഒറ്റിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹ്ക്ക് അത് വേണ്ട. അതുകൊണ്ട് ഇന്നെ കേൾക്കണ സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കുക. ഈ അരയിൽ ഏലസ് കെട്ടി, ഐക്കല്ല് കെട്ടി, അതേപോലെ മൊയ്യദ്ദീൻ ശൈഖെ ബദരീങ്ങളെ കാക്കണേന്ന് പറഞ്ഞ് അള്ളാഹ്ക്ക് കൊടുക്കേണ്ടത് വേറെ ആൾക്ക് ഭരമേൽപ്പിച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മളെ നിസ്കാരവും നോമ്പും ഒന്നും അള്ളാഹ് സ്വീകരിക്കില്ല. അതുകൊണ്ട് തൗഹീദ് ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇത് പറയാൻ എല്ലാവർക്കും ഭയമാണ്, അതിന് വിവിധ ന്യായീകരണങ്ങളാണ്. അത് പറഞ്ഞാൽ കുഴപ്പമുണ്ടാവും, സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാവും, ഈ ഒരു സംഘപരിവാർ ഇവിടെ ഭീതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് മുസ്ലിം സമുദായം അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദം നടത്താൻ പാടുണ്ടോ, മുഖാമുഖം നടത്താൻ പാടുണ്ടോ, ഷിർക്കിന്റെ തൗഹീദിന്റെ പേരിൽ തെറ്റാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കവിടെ പറയാനുള്ളത് എന്താ വെച്ചാൽ, സമുദായത്തിന്റെ മൊത്തത്തിലുള്ള പൊതുവിഷയങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പോകാം. എന്നാൽ വിശ്വാസപരമായ ഇത്തരം വിഷയങ്ങളിൽ, ശിർക്കും തൗഹീദും തീരുമാനിക്കുന്ന വിഷയത്തിൽ, സുന്നത്തും ബിദ്അത്തും തീരുമാനിക്കുന്ന വിഷയത്തിൽ കൃത്യമായി പ്രമാണത്തിന്റെ മാനദണ്ഡങ്ങളിൽ നിന്നുകൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെ പൊതുവിഷയങ്ങളിൽ ഒരുമിച്ച് നിന്ന്, അത് പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയമാകട്ടെ, വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയമാകട്ടെ, യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വിഷയമാകട്ടെ, മുത്തലാഖുമായി ബന്ധപ്പെട്ട വിഷയമാകട്ടെ, അങ്ങനെയുള്ള സമുദായത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട എല്ലാവർക്കും ഒന്നിച്ച് നിലയുറപ്പിക്കുമ്പോൾ തന്നെ വിശ്വാസപരമായ വിഷയത്തിൽ വ്യത്യാസങ്ങൾ തുറന്ന് സംവദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക്. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കേണ്ട കാര്യമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ആരോപിക്കേണ്ട കാര്യമില്ല. എന്നാൽ വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാന്യമായി പറയണം. ഞാൻ ഇപ്പോൾ ആരെങ്കിലും കുറ്റം പറഞ്ഞവിടെ ഇല്ലല്ലോ, പക്ഷെ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പറയണത് എന്താ? സ്നേഹം കൊണ്ടാണ്. അത് സ്നേഹം കൊണ്ടാണ്, വേറൊന്നുമല്ല. ഇപ്പോ ഒരു ഡോക്ടറെ അടുത്ത് നമ്മൾ ചെന്നു, ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ അയാൾ ബ്ലഡ് പരിശോധിക്കാൻ പറഞ്ഞു. പരിശോധിച്ചു, ബ്ലഡിന്റെ റിസൾട്ട് നോക്കിയപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി ഇയാൾക്ക് വളരെ മാരകമായൊരു ഗ്രോത്ത് അദ്ദേഹത്തിന്റെ ആന്തരാവയവത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ പ്രശ്നമാവും, അദ്ദേഹം വളരെ ക്രിറ്റിക്കലായ അവസ്ഥയിലേക്ക് പോകും എന്ന് ഡോക്ടർക്ക് മനസ്സിലായി. പക്ഷെ ഇയാളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഡോക്ടർക്ക് ഭയങ്കര സങ്കടം ഇയാളെ മുഖത്ത് നോക്കിയപ്പോൾ. കാരണം ഇയാൾ അത്ര വലിയ സീരിയസ് ആയ ഒരു പ്രശ്നം ഉണ്ടായി വന്നതല്ല. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ രോഗിയാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് ബേജാറാവും. അപ്പോൾ ഡോക്ടർ എന്ത് തീരുമാനിച്ചു, തൽക്കാലം അയാളോട് പറയണ്ട, സ്നേഹം കൊണ്ടേ. എന്നിട്ട് എന്ത് ചെയ്ത്, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ഈ 2 ഗുളിക 2 ആഴ്ച കുടിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല, ഒന്ന് വിശ്രമിച്ചാൽ മതി, തീരും എന്നും പറഞ്ഞാൽ തിരിച്ചു വിട്ടാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ കുറച്ച് ദിവസങ്ങൾ അയാൾ അങ്ങനെ പാരസെറ്റമോളും കുടിച്ച് മുന്നോട്ട് പോയി. ഇത് വഷളായി. പിന്നെ വേറെ ഡോക്ടറെ പോയി കണ്ടു. എന്നിട്ട് ഇതിൻ്റെ എല്ലാ ലിസ്റ്റും അവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു.
അയാൾ ഇതിങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ ഡോക്ടർ ഇയാളെ കണ്ണുക്ക് ഇങ്ങനെ നോക്കുക. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആ ഡോക്ടർ നിങ്ങൾക്ക് വേറെ മരുന്ന് തന്നിട്ടില്ല? ഒന്നും തന്നിട്ടില്ല. പക്ഷെ നിങ്ങൾ ആദ്യം കാണിച്ച അന്ന് തന്നെ ഈ രോഗം ഡയഗ്നോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം നിങ്ങളോട് പറയാത്തതുകൊണ്ട് ഈ അന്ന് ചികിത്സിക്കുകയാണെങ്കിൽ ഇത് മാറിയും, ഇപ്പം എൻ്റെ 4ാമത്തെ സ്റ്റേജും കഴിഞ്ഞ് ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ആ ഡോക്ടറോട്, ആദ്യത്തെ ഡോക്ടറോട് നമുക്ക് സ്നേഹമാണോ ഉണ്ടാകുക, വെറുപ്പാണോ ഉണ്ടാകുക? നിങ്ങൾ പറയും. ഈ പണിയെ മുജാഹിദീങ്ങളോട് എടുക്കണുള്ളൂ. ആളുകൾക്ക് കുറച്ച് വിഷമുണ്ടാവും തൗഹീദ് പറയുമ്പോ. തൗഹീദും ശിർക്കും വേർതിരിച്ച് സംസാരിക്കുമ്പോ കുറ്റം പറയാണെന്ന് പറയും, സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുകയാണെന്ന് പറയും. ഏതുപോലെ നമ്മുടെ മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ-അമീൻ എന്ന പേര് വെച്ചുകൊണ്ടാണ് സമൂഹത്തിൽ ഉയർന്നു നിന്നത്. എല്ലാം അവർ അംഗീകരിച്ചിരുന്നു. പക്ഷെ ഈ തൗഹീദ് പറഞ്ഞപ്പോ ആ പ്രവാചകന്റെ മുഖത്ത് നോക്കി അവർ പറഞ്ഞു, ഞങ്ങളിൽ നീ ഭിന്നതയുണ്ടാക്കിയെന്ന്, നീ മന്ത്രവാദിയാണെന്ന് പറഞ്ഞു, നീ മാരണക്കാരനാണെന്ന് പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിലെ കലക്കിയവനാണെന്ന് പറഞ്ഞു. ഈ പണിയൊന്നും റസൂലുള്ളാഹി എടുത്തിട്ടില്ല, സത്യം പറഞ്ഞിട്ടേ ഉള്ളൂ. അതേ കാര്യമാണ് മുജാഹിദുകൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പറയുമ്പോ അന്ന് മുത്തുനബിയുടെ മുഖത്ത് നോക്കി ആ മുശ്രിക്കുകൾ എന്ത് വിളിച്ചു പറഞ്ഞോ അതിന്റെ പല വേർഷനുകളാണ് മുജാഹിദുകളുടെ മുഖത്ത് നോക്കി പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ആരോടും പരിഭവമില്ല, ഞങ്ങൾക്ക് ആരോടും പ്രതികാരമില്ല, ഞങ്ങൾ ഈ സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് പറയാതെ സമുദായത്തിന് വേദനിക്കും എന്ന് കരുതി പറയാതിരുന്നാൽ നാളെ പരലോകത്ത് വരുമ്പോൾ, വിചാരണക്ക് വരുമ്പോൾ നിങ്ങൾ തന്നെ ഞങ്ങളുടെ നേരെ വിരൽ ചൂണ്ടി പറയും, നിങ്ങൾ ആ ശങ്കരമംഗലത്ത് വന്ന് പ്രസംഗിച്ചപ്പോ ഇത് തെറ്റാണ്, ഈ നരകത്തേക്ക് പോകുന്ന ശിർക്കാണ് ഇത് എന്ന് നിങ്ങളെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് അന്ന് അവർ പറയും. അതുകൊണ്ട് തന്നെയാണ് അല്പം കൈപ്പോടുകൂടിയാണെങ്കിലും ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിലും ഇത് തുറന്നു പറയാനുള്ള നിർഭയത്വം മുജാഹിദ് പ്രസ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത്. അതാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നിർഭയമായി ആരെല്ലാം എന്തെല്ലാം നരേറ്റീവുകൾ പറഞ്ഞാലും യാതൊരു വളച്ചുകെട്ടുമില്ലാതെ ഏച്ചുകുട്ടലുമില്ലാതെ പ്രവാചകന്മാരഖിലവും പഠിപ്പിച്ച ആ തൗഹീദിന്റെ പ്രബോധന പ്രവർത്തനവുമായി സധീരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ ആ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളണം, മനസ്സിലാക്കണം എന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഇന്ന് ഇസ്ലാമോഫോബിയ ഒരു പ്രശ്നമായി കടന്നു വന്നുകൊണ്ടിരിക്കുക. എന്താ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ? ഇസ്ലാം പേടി. അതായത് ഇസ്ലാമികമായ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക ശബ്ദങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനോടൊരു പ്രത്യേകമായ ഒരു ഭീതി ഇന്ന് സമുദായത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ചില ആളുകൾ പെട്ടെന്ന് മുഖത്തേക്ക് ഇങ്ങനെ നോക്കും. കാരണം ഈ നിങ്ങളുള്ള താടി കാണുമ്പോൾ ഇതിപ്പോൾ എന്താ സമ്മതി, ഇതേതാ ജീവി എന്ന് തന്നെയാണ് അവരെ മനസ്സിലുള്ളത്. അതുകൊണ്ട് നമ്മളൊക്കെ ചെയ്യലെന്താ വെച്ചാൽ കയറി ചെന്നാൽ അടുത്തുള്ള ആൾക്കാരൊക്കെ വേഗം പരിചയപ്പെടും. എവിടുക്ക എങ്ങനെയാന്നൊക്കെ ചോദിച്ച് നമ്മളാരാന്നൊക്കെ പറയും, എവിടുക്ക പോകണമെന്നും പറയും. അപ്പോൾ അവർക്കൊരു ആശ്വാസമായി. എന്താ വിഷയം? താടി കണ്ടാ പേടി, പർദ്ദ കണ്ടാ പേടി അല്ലേ? ഇന്ന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലയളവിൽ എന്താ അവിടെ കാര്യമായിട്ട് കൊണ്ടാടിയ വിഷയം? ഈ പോക്ക് പോയാൽ ഇവിടെ മുസ്ലിങ്ങൾ മുഖ്യമന്ത്രിയാവും, ഈ പോക്ക് പോയാൽ മുസ്ലിങ്ങളായിരിക്കും ഇവിടെ ഭരണം നടത്തുക. അപ്പൊ എന്തോ ഒരു മൂർഖം പാമ്പായിരിക്കും എന്ന് പറയുന്ന പോലെയാണ് മുസ്ലിങ്ങളായിരിക്കും എന്ന് പറയുന്നത്. ആരത് പറയുന്നത്? ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലുള്ള കമന്റ് ബോക്സ് എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് വൈകുന്നേരം നടക്കുന്ന ചാനൽ ചർച്ചാ റൂമുകളിൽ ഇരിക്കുന്ന കോട്ടിട്ട് നടത്തുന്ന ആളുകൾ നടത്തുന്ന ചർച്ചകളിലൂടെയാണ് ആളുകൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് മാത്രം മുസ്ലിം സമുദായത്തെ പേടിക്കാൻ എന്താ ഉള്ളത്? മുസ്ലിം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ശരിക്ക് നിർഭയത്വമുള്ളവൻ എന്നാണ്, സമാധാനമുള്ളവൻ എന്നാണ്. അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ മതമാണ്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ നിർഭയത്വമുള്ളവൻ എന്നാണ്. പക്ഷെ അവരെയാണ് എന്ത് ചെയ്യണത്? എന്തോ ഒരു പേടിയോടുകൂടി കണ്ടിരിക്കുന്നത്. അതിവിടെ കൃത്രിമമായി ഉണ്ടാക്കിയതാണ്. അത് അൽഹംദുലില്ലാ ഒരു സന്തോഷമുണ്ട്. അങ്ങനെ എത്ര ആളുകൾ മുസ്ലിം സമുദായത്തെ പേടിയോടുകൂടി ഇവിടെ ചിത്രീകരിച്ചാലും കേരളത്തിലെ മതേതര സമൂഹം അത് അംഗീകരിക്കുകയില്ല എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വിജയങ്ങൾ നമ്മൾ കാണിക്കുന്നത്. കൊണ്ടുപിടിച്ച വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടും മലപ്പുറം ജില്ല ശ്വാസം മുട്ടുന്ന ജില്ലയാണ്, ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ജില്ലയാണ് എന്ന് ചില സമുദായ നേതാക്കൾ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞിട്ടും അവരുടെ സമുദായം പോലും അത് മുഖവിലക്കെടുത്തില്ല എന്നത് നാം കേരളത്തിൽ കാണേണ്ടതുണ്ട്. ഇത് നമുക്ക്
സമാധാനവും സന്തോഷവും നിർഭയത്വവും നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും, നമുക്ക് എല്ലാവർക്കും ജീവിക്കാനുള്ള മണ്ണാണിത്. ഈ മണ്ണിൽ നിർഭയത്വത്തോടുകൂടി പരസ്പരം സഹകരിച്ചുകൊണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തുകൊണ്ട്, എന്നാൽ അതോടൊപ്പം നമ്മുടെ മതപരമായ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് സൗഹാർദ്ദത്തോടുകൂടി ഈ കേരളത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ ആരെയും ഭയപ്പെടേണ്ടതില്ല. നമ്മൾ ആരാണ് എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ മൈക്ക് കെട്ടി നമുക്ക് പറയാം. ലഘുലേഖകൾ നമുക്ക് കൊടുക്കാം, പുസ്തകങ്ങൾ നമുക്ക് കൈമാറാം, അത് അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കാം. എന്നിട്ടോ ആളുകൾ സത്യം മനസ്സിലാക്കട്ടെ, യാഥാർത്ഥ്യം മനസ്സിലാക്കട്ടെ. അങ്ങനെ സമാധാനമുള്ളൊരു അന്തരീക്ഷം നിലനിൽക്കട്ടെ, സൗഹാർദ്ദമുള്ളൊരു സാമൂഹ്യ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാകട്ടെ. അതിനുവേണ്ടി അതും നിർഭയത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു ഇസ്ലാമോഫോബിക്കായ അന്തരീക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതിന് 2 വഴിയാണ് ഇന്ന് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് മുസ്ലിം സമുദായം. ഇസ്ലാമോഫോബിയെ പ്രതിരോധിക്കാൻ 2 വഴി. ഒരു വഴി എന്താ? ശത്രുക്കൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് ഇസ്ലാമിനെ വ്യാഖ്യാനിച്ചു കൊടുക്കുക. അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഇസ്ലാമിനെ അങ്ങനെ വ്യാഖ്യാനിച്ചു കൊടുക്കുക. നിങ്ങൾ പറയണ മാതിരി തന്നെയാണ് ഇസ്ലാം. ഒരാൾ പറയണത് ഈ 5 നേരമൊന്നും പള്ളിയിൽ പോകേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ കുറച്ച് തീവ്രതയാണ്, വേണമെങ്കിൽ 3 നേരം പോയാൽ മതി, ഈ തീരെ പൊയ്ക്കൊള്ളണം എന്നല്ല, മനസ്സിലുണ്ടായാൽ മതി, അതും ഇസ്ലാമാണെന്ന് വേറൊരാൾ പറഞ്ഞാൽ ശരിയാണ്, അങ്ങനെ മതി, അംഗീകരിച്ചു കൊടുക്കുക. അതേപോലെ ഒളുഹിയത്ത് അറുക്കണീന് പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഫർണിച്ചർ വാങ്ങി കണ്ട ആൾക്കാരെ സഹായിച്ചാൽ മതി. ചില ആൾക്കാർ പറയാണ് അത് അങ്ങനെ ചെയ്യാം, ഞങ്ങൾ അങ്ങനെ ചെയ്തോളാം. അങ്ങനെ എന്താണോ പറയുന്നത് അതൊക്കെ അംഗീകരിച്ചു കൊടുക്കുക. എന്നാൽ ഇസ്ലാമോഫോബിന്ന് രക്ഷപ്പെടാലോ എന്നാ വിചാരിക്കും. അതുപോലെ താടി നീട്ടുക എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു ഭീകരവാദത്തിന്റെ അടയാളാ. ഞങ്ങൾ താടി വെട്ടിക്കോളാം. വെട്ടിയാലൊന്നും പോരാ, ഒട്ടുണ്ടാകും, ഞങ്ങൾ പഠിച്ചോളാം. പർദ്ദട്ടാൽ എന്തോ ഒരു സ്ത്രീ പീഡനത്തിന്റെ ഒരു അടയാളമാണ്, അപ്പം ഞങ്ങൾ പർദ്ദ ഒഴിവായിക്കോളാം. അതുപോലെ തന്നെ മുഖമക്കനെ ഇട്ടാൽ അത് പുരോഗമനത്തിന് എതിരാണ്, ഞങ്ങൾ മുഖമനക്ക് ഒഴിവായിക്കോളാം. അങ്ങനെ എന്താണോ ആളുകൾ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, അങ്ങനെ മാറിക്കൊടുക്കുക. അങ്ങനെ ചില സമുദായത്തിലെ ചില ആൾക്കാർ ഇസ്ലാമോഫോബിയെ പ്രതിരോധിക്കാൻ വേണ്ടി ആയുധം തേച്ചിമിനിക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ ആയുധം 8ആയി മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി. നിർഭയമായി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇവിടെ പറയുന്നു, ഇസ്ലാം എന്താണോ അതിന്റെ ആധാരശിലകളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ഭരണഘടനയുടെ തണലിൽ നിർഭയമായി ഈ ആദർശ പ്രബോധനം നിർവഹിച്ചുകൊണ്ട് തന്നെ എന്താണ് ഹക്ക്, എന്താണ് ബാത്തിൽ, എന്താണ് സത്യം, എന്താണ് അസത്യം എന്ന് വേർതിരിച്ച് വ്യക്തമാക്കി കൊടുത്ത് ഈ സമൂഹത്തിന്റെ മുന്നിലൂടെ മാർഗത്തിലൂടെ നിർഭയമായി കടന്നു പോകാൻ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം അപ്പോഴും വ്യക്തമാണ്, അതിന് സാധ്യമാണ് എന്ന നിർഭയത്വമുള്ള ഒരു സംഘടനയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ചാഞ്ഞും ചെരിഞ്ഞും പറയേണ്ടതില്ല. ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാണ്, ഞങ്ങൾ അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ, അതാണ് ശരി, അത് മാത്രമാണ് ശരി എന്ന് പറയാൻ ഇവിടെ അവകാശമുണ്ട്. എന്താ അവകാശമല്ലേ? അത് പറയുമ്പോൾ ഒന്നും സംഭവിക്കില്ല. പക്ഷെ ചില ആൾക്കാർ പറയുന്നത് നിങ്ങളത് മാത്രം ശരി എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമാണ്. ഒരു കുഴപ്പമില്ല. എപ്പോഴാണ് കുഴപ്പമുണ്ടാകുക അറിയോ? ഞങ്ങളെ ശരി നിങ്ങളൊക്കെ അംഗീകരിക്കണം, അംഗീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളവിടെ ജീവിക്കാൻ സമ്മതിക്കൂല എന്ന നിർബന്ധം ചെലുത്തുമ്പോഴാണ് കുഴപ്പമുണ്ടാകുന്നത്. അതിനാണ് സ്വേച്ഛാധിപത്യം എന്ന് പറയാം, അതിനാണ് ഫാഷിസം എന്ന് പറയാം, അതിനാണ് അടിച്ചേൽപ്പിക്കുക എന്ന് പറയാം, അതിനാണ് ഭീകരവാദം എന്ന് പറയാം. ഇതൊന്നും ഇസ്ലാം അംഗീകരിക്കണ കാര്യമല്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമേ ഇല്ല. പറഞ്ഞു കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ, കേൾക്കണ്ടോന്ന് കേൾക്കാം, അത്രേ ഉള്ളൂ. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളെ മതം, എനിക്ക് എൻ്റെ മതം, പക്ഷെ മതം പറയും, അത്രേ ഉള്ളൂ. അത് നിർബന്ധിക്കുന്നതായിരിക്കാം. വീട്ടിൽ ബീഫ് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ തല്ലിക്കൊല്ലുന്നതാരാ? ഞങ്ങളുടെ വിശ്വാസത്തിന് എതിരായ ആരെങ്കിലും പറഞ്ഞാൽ അവരെ ജയിലിലടക്കുന്നതാരാ? അവരെ UAPA ചുമത്തുന്നതാരാ? എത്രയോ വർഷങ്ങൾ ഇല്ലാത്ത കേസ് ചുമത്തി കൊണ്ടുപോയി തടവറയിലിടുന്നതാരാ? അവരാണ് അതിന് മറുപടി പറയേണ്ടത്. ആ ആഖ്യാനത്തിന്, ആ നെറേറ്റീവുകൾക്ക് അവർ മറുപടി പറയേണ്ടതാണ്. ഇസ്ലാമിന് മറുപടി പറയേണ്ട കാര്യമില്ല. ഇസ്ലാം നിർഭയത്വത്തിന്റെ മതമാണ്, സമാധാനത്തിന്റെ മതമാണ്. അതൊരിക്കലും അടിച്ചേൽപ്പിക്കാൻ അംഗീകരിക്കുന്നേ ഇല്ല. അത് നമ്മളെ ഭരണഘടന അംഗീകരിക്കുന്നില്ല. നിർബന്ധ മതപരിവർത്തനമാണ് നമ്മുടെ രാജ്യത്ത് കുറ്റകരമായിട്ടുള്ളത്. അല്ലാതെ അവനവന് ഇഷ്ടമുള്ള ഒരു മതത്തേക്ക് മാറുക എന്നുള്ളത് ഭരണഘടന അംഗീകരിക്കുന്ന വിഷയമാണ്. അതാണ് ഭരണഘടനയിൽ നമുക്ക് വിശ്വസിക്കാനും ആചരിക്കാനും പ്രബോധനം ചെയ്യാനുള്ള അവകാശം മൗലികാവകാശത്തിൽ ഉൾപ്പെടുത്തിയ രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ. അങ്ങനെ ഒരു ഭരണഘടനയും ഒരു രാജ്യവും നിലനിൽക്കുമ്പോൾ എന്തിനാണ് മറ്റുള്ളവർ വിചാരിക്കുന്ന പോലെ നമ്മുടെ മതത്തെ കട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ എന്തിനാണ് മുസ്ലിം സമുദായം തയ്യാറാകേണ്ട കാര്യം? അത്ര
ഒരു മനസ്സാക്ഷിക്കുത്തോടു കൂടിയാണോ പലരും ഈ വിശ്വാസത്തെ പുലുകിയിരിക്കുന്നത്? നിങ്ങൾക്ക് ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണോ? 14 നൂറ്റാണ്ട് പിന്നിട്ട ഈ വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ ഇന്ന് വരാരുടെ മുമ്പിലും തലകുനിച്ചിട്ടില്ല. അതിൽ പറഞ്ഞ ആശയം തിരുത്താൻ കഴിഞ്ഞിട്ടില്ല. അത് നന്മയാണെന്ന് പറഞ്ഞത് ഇന്നും നന്മയാണ്, അത് തിന്മയാണെന്ന് പറഞ്ഞത് ലോകാവസാനം വരെ തിന്മയാണ്. മറിച്ച് മനുഷ്യനിർമ്മിതമായ എന്തെങ്കിലും ആശയങ്ങൾ ആരെങ്കിലും പർവ്വതീകരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആളുകൾ ഇന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ജനസംഖ്യാ വിഷയത്തിലുള്ള ഉദാഹരണം അതാണ്. ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്ന ആശയം അതിന്റെ ഉദാഹരണമാണ്. അതുകൊണ്ട് ഇസ്ലാം എന്താണോ മുന്നോട്ട് വെച്ചത് അതിലേക്ക് ലോകം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മൾ നിർഭയമായി കാര്യങ്ങളെ മനസ്സിലാക്കി ഈ പ്രബോധന രംഗത്ത് മുന്നോട്ട് പോവുകയാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം. ആ ഒരു ആവശ്യമാണ്, ആ ഒരു ഉദ്ദേശമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിൻ്റെ പോഷക ഘടകങ്ങളും ഏറ്റെടുത്തിരിക്കുന്നത്. അതിന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന മാതൃസംഘടനയുണ്ട്. യുവാക്കൾക്കിടയിൽ വിസ്ഡം യൂത്ത് ഉണ്ട്, സ്റ്റുഡൻസിനിടയിൽ വിസ്ഡം സ്റ്റുഡൻസ് ഉണ്ട്, പെൺകുട്ടികൾക്കിടയിൽ വിസ്ഡം ഗേൾസ് ഉണ്ട്, അതുപോലെ സ്ത്രീകൾക്കിടയിൽ വിസ്ഡം വിമൺ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെയെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി, അടുത്തൊരു തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ജാമിയ അൽ ഹിന്ദ് എന്ന് പറയുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമുള്ള സ്ഥാപനമുണ്ട്. ഭൗതിക വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും ഒരുമിച്ച് കൊടുക്കുന്നതിന് വേണ്ടി മുക്കം ഗ്രീൻ വാലി ക്യാമ്പസ് ഉണ്ട്. അതുപോലെ തന്നെ നിരന്തരമായി ഓൺലൈനിലൂടെ ഈ ഇസ്ലാമിൻ്റെ ഈ സന്ദേശ പ്രവാഹമായി ഒരു ഒഴുക്കായി പീസ് റേഡിയോ നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ജമീൽ ആപ്പ് ഉണ്ട്, വായിക്കുന്നവർക്ക് നേർപ്പദം വാരികയുണ്ട്. അങ്ങനെ ബഹുമുഖങ്ങളായ പ്രബോധന പരിപാടികളിലൂടെ, സംവിധാനങ്ങളിലൂടെ ഉള്ള ഒരു ജൈത്രയാത്രയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ആയുസ് നിങ്ങൾ വെറുതെ കളയരുത്. നിങ്ങൾ ഇതിനോടൊപ്പം സഞ്ചരിക്കുക. ഇതിലാളെ കൂട്ടാനല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ, നിങ്ങളുടെ മക്കളെ, കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ ഏത് സമയത്ത് അള്ളാഹു നമ്മളെ തിരിച്ചു വിളിക്കുകയാണെങ്കിലും നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിച്ച് സമാധാനത്തോടു കൂടി അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. അതിനോടൊപ്പം ചേർന്ന് നിൽക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ അമലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ